ഹലോ നമസ്കാരം. റിയാഡ് ഇൻഡോർ പ്ലാന്റ്സ് ആൻഡ് ഹോം ഡെക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് നമ്മൾ ഷോപ്പിനകത്ത് തന്നെയുള്ള വീഡിയോസാണ് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്ലാന്റ് കെയർ, ഷോപ്പ് വിസിറ്റ് ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ തികച്ചും ഷോപ്പൊന്നുമല്ല, നമ്മുടെ ഷോപ്പിൻ്റെ പുറത്തൊരു വീടിൽ നമ്മൾ പ്ലാന്റ്സ്കേപ്പിംഗ് ചെയ്ത കുറച്ച് പ്ലാന്റ് അറേഞ്ച് ചെയ്ത വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീട്ടിലേക്ക് കയറി വരുന്ന ഫസ്റ്റ് ഒരു ലോങ് വരാന്ത പോർഷനിൽ തന്നെ നമ്മൾ 2 ടൈപ്പ് ഓഫ് പാം കൊണ്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് റാഫിസ് പാം ആണ്. 4 തൂണ് പോലെയുള്ള പോർഷൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ റാഫിസ് പാം സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. റാഫിസ് പാം അവിടെ സെറ്റ് ചെയ്യാൻ കാര്യം വേറെ ഒന്നുമല്ല, അവിടെ അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലമാണ്. എന്നാൽ ഫുൾ ഔട്ട്ഡോർ ആണെന്ന് പറയാനും പറ്റത്തില്ല. അപ്പം അത്യാവശ്യം വെയിലും ഒരു മോർണിംഗ് ടൈമിൽ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു അസ്തമന സമയമാകുമ്പോഴത്തേക്ക് വെയിൽ മാറും. അപ്പം അവിടെ നമുക്ക് അത്യാവശ്യം വെയിൽ കൊണ്ടാലും കുഴപ്പമില്ലാത്തൊരു പ്ലാന്റ് വേണമായിരുന്നു. അപ്പോൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് ഒരു ഗ്രീൻ കളർ പ്ലാന്റ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റാഫിസ് ഫാമിലേക്ക് പോയത്. അങ്ങനെ 4 തൂണിൻ്റെ സൈഡിലൊക്കെ റാഫിസ് ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് കയറുന്ന ഒരു പോർഷനിൽ നമ്മൾ അരേക്ക പാമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ അത്യാവശ്യം വെയിൽ കുറവുള്ള ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ അരേക്ക പാം കൊടുത്തിട്ടുണ്ട്. ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ സെയിം ടൈപ്പ് ഓഫ് പോട്ടിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വൈറ്റ് കളർ പോട്ടാണ് എല്ലാത്തിനും യൂസ് ചെയ്തേക്കുന്നത്. അതിനൊരു ട്രോളി കൂടിയുള്ള പോട്ടാണ്. നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. അപ്പോൾ ഈ പാമ്പിൻ്റെ വെയിറ്റ് എല്ലാം വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. ട്രോളി വലിച്ചുകൊണ്ട് പോയാൽ മതി. അങ്ങനത്തെ ഒരു പോട്ടിലാണ് അവിടെ 5 പ്ലാന്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത് ഒരു അഗ്ലോണിമയാണ്. അത് അഗ്ലോണിമ സെയിം നമ്മൾ പുറത്ത് വെച്ച ടൈപ്പ് ഓഫ് പോട്ടിൽ തന്നെയാണ് അഗ്ലോണിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഡോറിൻ്റെ സൈഡിലായതുകൊണ്ട് നല്ല ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ അഗ്ലോണിമ പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഡോറിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ അഗ്ലോണിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ നല്ല ലൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അഗ്ലോണിമയുടെ ആ ലീഫിൻ്റെ കളർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ഉള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വലിയൊരു സെറാമിക് പോട്ടിൽ നമ്മൾ CC പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു CC ആണ്. മെയിൻ്റനൻസ് വളരെ കുറഞ്ഞൊരു ചെടി ആയതുകൊണ്ടും പിന്നെ മാത്രമല്ല നമ്മൾ ഓപ്പോസിറ്റ് ഒരു അഗ്ലോണിമ ഗ്രീൻ കളർ അല്ല, ഒരു കളേർഡ് അഗ്ലോണിമയാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഒരു ഗ്രീൻ കളർ പ്ലാന്റ് പ്ലാന്റ് നമ്മൾ ഒരു വലിയ സെറാമിക് പോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് സൈഡിലായിട്ട് മനോഹരമായിട്ട് പെബിളിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഒരു ഗ്ലാസ് പോർഷൻ വരുന്നുണ്ട്. ഒരു വോളാണ്, ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതിനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരേ സെയിം ടൈപ്പ് ഓഫ് സെറാമിക് പോട്ടിൽ ഒരു 3-4 ടൈപ്പ് ഓഫ് മണി പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഈസി മെയിൻ്റനൻസിനായിട്ട് നമ്മൾ സോയിൽ യൂസ് ചെയ്തിട്ടില്ല, പകരം വെള്ളത്തിലാണ് ആ മണി പ്ലാന്റുകളെല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത്. മുകളിൽ നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല, പ്ലാന്റ് ആണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ആ ഒരു വൈറ്റ് ഗ്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ സെറാമിക് പോട്ടിൽ ആ ഒരു പോത്തോസ് വളരെ മനോഹരമായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ആ ഒരു ഏരിയ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് TV യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് 2 പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും അഗ്ലോണിമയാണ്. അത് പിങ്ക് കളർ അഗ്ലോണിമയാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 കബോർഡിലായിട്ട് അതും ഒരേ സെയിം ടൈപ്പ് ഓഫ് സെറാമിക് പോട്ടിലാണ് നമ്മൾ അഗ്ലോണിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റെയറിൻ്റെ പോർഷനിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വാഷ് കൗണ്ടർ ഉണ്ട്. അവിടെ നമ്മൾ CC ഡോർഫ് പ്ലാന്റ് ആണ് സെറാമിക് പോട്ടിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ CC ഡോർഫ് കൊടുത്തത് വേറൊന്നും കൊണ്ടല്ല, അവിടെ ലൈറ്റ് കുറച്ച് കുറഞ്ഞ ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് നമ്മളവിടെ CC ഡോർഫ് പ്ലാന്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ചൈന ഡോളാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ചൈന ഡോൾ അവിടെ വിൻഡോ ഉണ്ട്. വിൻഡോയുടെ സൈഡിലായിട്ടാണ് ചൈന ഡോൾ കൊടുത്തിരിക്കുന്നത്. എന്നാലും അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുറത്തേക്ക് വെച്ചിട്ട് എപ്പോഴും നമ്മൾ വീടിൻ്റെ ഒത്തിരി ഉള്ളിൽ ചൈന ഡോൾ സെറ്റ് ചെയ്താലും ആ പ്ലാന്റ് ഒന്ന് പുറത്ത് വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഒരു വീക്കിലി 1 ഡേ എങ്കിലും നമ്മളൊന്ന് സിറ്റ് ഔട്ടിലോട്ടൊന്ന് മാറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ ചൈന ഡോറിൻ്റെ ലീഫൊക്കെ നല്ല ബുഷിയായിട്ട് തന്നെ ഇരിക്കും. ലീഫിന് ഒന്നും കൊഴിയലൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ അവിടെയാണ് നമ്മൾ ചൈന ഡോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ വിൻഡോ ഉണ്ട്. ആ വിൻഡോയുടെ 2 സൈഡിലായിട്ട് നമ്മൾ ബ്രാസിയ ഗോൾഡ് എന്ന് പറയുന്നൊരു പ്ലാന്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ശരിക്കും ആ ഒരു പ്ലാന്റിന് നമ്മുടെ നിയോൺ പോത്തോസിൻ്റെ ഒരു ലീഫിൻ്റെ അതേ കളർ തന്നെയാണ്. കറക്റ്റ് പച്ചയല്ല, ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ആ പ്ലാന്റിന് വരുന്നത്. അത് നമ്മളൊരു ഫൈബർ പോട്ടിലാണ് ആ പ്ലാന്റ് 2ഉം സെറ്റ് ചെയ്തിരിക്കുന്നത്.
പിന്നീട് നമ്മൾ പുറത്ത് നമ്മൾ ആദ്യം കുറച്ച് പാമൊക്കെ വെച്ചൊരു ഏരിയ കഴിഞ്ഞിട്ട് വീണ്ടും പുറത്ത് വരുമ്പോൾ അവിടെ ഒരു ലെഡ്ജസിലായിട്ട് 3 പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതും വൈറ്റ് കളർ സെറാമിക് പോട്ടിൽ നമ്മൾ മണി പ്ലാന്റ് തന്നെയാണ്, അതും വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അധികം ഈ പോത്തോസൊക്കെ വെള്ളത്തിൽ കൊടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ വെള്ളത്തിൽ വെക്കുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പ്ലാന്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മണ്ണിലാവുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളം കൂടിയോ കുറഞ്ഞോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, ഫ്രീക്വൻ്റ് ആയിട്ട് വെള്ളം ഒഴിക്കണം. ഇത് വെള്ളത്തിൽ തന്നെ കൊടുക്കുവാണെങ്കിൽ പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഫെർട്ടിലൈസർ നന്നായിട്ട് കൊടുത്തില്ലെങ്കിൽ സ്ലോ ആയിരിക്കും, പക്ഷേ മെയിൻ്റനൻസ് ഭയങ്കര കുറവായിരിക്കും. വെള്ളത്തിലാവുമ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെള്ളത്തിലാവുമ്പോഴത്തേക്ക് നമ്മൾ ഫെർട്ടിലൈസിങ് ചെയ്യേണ്ടത് ആ ഒരു ഫ്രീക്വൻസി കൂട്ടിയാൽ മതി, പക്ഷേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. കിച്ചൺ പോർഷനിലേക്ക് പോകുമ്പോൾ അവിടെ 2 ചെറിയ വിൻഡോസ് ഉണ്ട്. ആ വിൻഡോസിലായിട്ട് നമ്മൾ ഒരു റെക്റ്റാങ്കുലർ പോട്ടിൽ പീസ് ലില്ലിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ബുഷിയായിട്ട് അവിടെ പീസ് ലില്ലി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫ്ലവേർഡ് ആയിട്ടാണ് പീസ് ലില്ലി നിൽക്കുന്നത്. അപ്പം അങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പീസ് ലില്ലി ആ കിച്ചണ് നല്ല മനോഹാരിതയാണ് കിട്ടുന്നത്. ഈ വീട്ടിൽ നമ്മൾ ഇൻറ്റീരിയർ പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് ഇവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ്കേപ്പിംഗ് ചെയ്തതിൻ്റെയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.